അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും ഉലച്ചുകൊണ്ട് പ്രമുഖ ഇടത് പുരോഗമന നേതാവും US സെനറ്ററുമായ ബെർണി സാൻഡേഴ്സിന്റെ തന്ത്രപരമായ നീക്കം. പരമ്പരാഗത ഡെമോക്രാറ്റിക് നേതൃത്വത്തിന് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് രാജ്യത്ത് വളർന്നുവരുന്ന പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തെക്കുറിച്ചാണ് സാൻഡേഴ്സ് തന്റെ ജൂലൈ 4 സന്ദേശത്തിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. വരാനിരിക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പരമ്പരാഗത ശൈലികൾക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന സൂചനയാണ് ഈ പ്രസ്താവന നൽകുന്നത്. തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഡെമോക്രാറ്റിക് എസ്റ്റാബ്ലിഷ്മെന്റിനെ നേരിട്ട് വെല്ലുവിളിക്കുന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ മുഖങ്ങളായി സോഹ്റാൻ മംധാനി, ഗഹാം പ്ലാറ്റ്നർ എന്നിവരെയാണ് ബെർണി സാൻഡേഴ്സ് ഉയർത്തിക്കാട്ടിയത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ ഹക്കീം ജഫ്രീസ്, ചക് ഷൂമർ തുടങ്ങിയവർ നയിക്കുന്ന കൺസർവേറ്റീവ് നയങ്ങൾക്കെതിരെ താഴെത്തട്ടിൽ പിന്തുണ വർദ്ധിപ്പിച്ചു വരുന്നതിന്റെ തെളിവാണ് ഇവരുടെ രാഷ്ട്രീയ മുന്നേറ്റമെന്ന് അദ്ദേഹം വാദിച്ചു. കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടി നേതൃത്വത്തിന് ജനകീയ അടിത്തറ നഷ്ടപ്പെടുകയാണെന്ന കടുത്ത വിമർശനവും ഇതിലുണ്ട്. മംധാനിയെയും പ്ലാറ്റ്നറെയും പോലുള്ള യുവ നേതാക്കളുടെ വിജയങ്ങൾ കേവലം പ്രാദേശികമായ നേട്ടങ്ങളല്ല, മറിച്ച് അമേരിക്കൻ ജനതയുടെ മാറുന്ന ചിന്താഗതിയുടെ പ്രതിഫലനമാണെന്ന് വെർമോണ്ടിൽ നിന്നുള്ള ഈ മുതിർന്ന സെനറ്റർ വ്യക്തമാക്കുന്നു. സാമ്പത്തികവും സാമൂഹികവുമായ വലിയ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള പൊതുജനങ്ങളുടെ ആഹ്വാനമാണ് ഇവരുടെ വിജയത്തിന് പിന്നിൽ. സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങളെ അവഗണിക്കുന്ന ഡെമോക്രാറ്റിക് നേതൃത്വം ഈ ജനവികാരം മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് സാൻഡേഴ്സ് ഓർമ്മിപ്പിച്ചു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ താൻ വർഷങ്ങൾക്ക് മുൻപ് തുടക്കം കുറിച്ച രാഷ്ട്രീയ വിപ്ലവത്തിന്റെ പുതിയൊരു ഘട്ടമായാണ് ഈ നിമിഷത്ത് ബെർണി സാൻഡേഴ്സ് വിശേഷിപ്പിച്ചത്. സാധാരണക്കാരായ ജനങ്ങളെയും തൊഴിലാളി വർഗത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ യഥാർത്ഥ മാറ്റം സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. യുവതലമുറ ഈ വിപ്ലവം ഏറ്റെടുക്കുന്നതിൽ തനിക്ക് വലിയ അഭിമാനമുണ്ടെന്നും അദ്ദേഹം തന്റെ ജൂലൈ 4 സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന 2026 നിർണായകമായ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുൻപായി തങ്ങളുടെ അണികളെ കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാൻഡേഴ്സ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ പാർട്ടിക്കുള്ളിലെ പുരോഗമന വിഭാഗം കൂടുതൽ ശക്തമായി സംഘടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വാഷിംഗ്ടണിലെ അധികാര ഇടനാഴികളിൽ ഇരിക്കുന്ന നേതാക്കളുടെ തീരുമാനങ്ങളല്ല, മറിച്ച് ജനങ്ങളുടെ കൂട്ടായ ശബ്ദമാണ് പാർട്ടിയുടെ ദിശ നിർണ്ണയിക്കേണ്ടത്. ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ പാരമ്പര്യവാദികളും പുരോഗമനവാദികളും തമ്മിലുള്ള അടിയൊഴുക്കുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഈ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നത്. ഹക്കീം ജഫ്രീസിനും ചക് ഷൂമർക്കും ഈ പ്രസ്താവന വലിയൊരു തലവേദനയായി മാറിയിട്ടുണ്ട്. പാർട്ടിയുടെ നയങ്ങൾ കൂടുതൽ ഇടതുപക്ഷത്തേക്ക് മാറണമെന്ന താഴെത്തട്ടിലുള്ള സമ്മർദ്ദത്തെ പ്രതിരോധിക്കാൻ നേതൃത്വം കൂടുതൽ വെല്ലുവിളി നേരിടേണ്ടി വരും. സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരെയും കോർപ്പറേറ്റ് നികുതികൊള്ളകൾക്കെതിരെയും ശബ്ദമുയർത്തുന്ന സോഹ്റാൻ മംധാനിയെ പോലെയുള്ള നേതാക്കൾക്ക് രാജ്യവ്യാപകമായ യുവതലമുറയുടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് പ്രാപ്യമായ ആരോഗ്യ സംരക്ഷണം, മികച്ച തൊഴിലവസരങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം നേതാക്കൾക്ക് സാധിക്കുന്നുണ്ടെന്ന് സാൻഡേഴ്സ് നിരീക്ഷിച്ചു. ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ബെർണി സാൻഡേഴ്സിന്റെ ഈ കടുത്ത നിലപാട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഒരു ആഭ്യന്തര കലാപത്തിന് വഴിവെക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കാരണം പാർട്ടിയുടെ ഔദ്യോഗിക ഫണ്ടുകളും പിന്തുണയും ഭൂരിഭാഗവും എസ്റ്റാബ്ലിഷ്മെന്റ് നേതാക്കളുടെ കൈകളിലാണ്. എന്നാൽ ജനകീയ പിന്തുണയുള്ള പുരോഗമന ഗ്രൂപ്പുകൾ ഈ കോർപ്പറേറ്റ് സ്വാധീനത്തെ മറികടക്കാൻ താഴെത്തട്ടിൽ ശക്തമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡെമോക്രാറ്റുകൾ തമ്മിലുള്ള നേരിട്ടുള്ള മത്സരങ്ങൾ കൂടുതൽ തീക്ഷ്ണമാകും. ഇടക്കാല തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പുരോഗമന വിഭാഗം വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. സാൻഡേഴ്സിന്റെ പിന്തുണയോടെ രംഗത്തിറങ്ങുന്ന യുവ സ്ഥാനാർത്ഥികൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുമെന്ന ഉറപ്പാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനത്തിൽ സാധാരണയായി രാജ്യം മുഴുവൻ ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ ബെർണി സാൻഡേഴ്സ് ആ വേദി രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള ആഹ്വാനമാക്കി മാറ്റുകയായിരുന്നു. ജനങ്ങൾക്ക് മാറ്റം വേണമെന്നും ആ മാറ്റം ഉൾക്കൊള്ളാൻ ഡെമോക്രാറ്റിക് നേതൃത്വം തയ്യാറാകണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സാൻഡേഴ്സിന്റെ ഈ പൂർണ്ണ പ്രസംഗവും യുവ നേതാക്കൾക്കുള്ള അദ്ദേഹത്തിന്റെ പ്രശംസയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു.